ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇരുമ്പൻ പുളി കൊണ്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒരു വലിയ ബൗൾ നിറയെ ഇരുമ്പൻ പുളി നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് 1.5 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ചൂടാറിയതിന് ശേഷം നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മളിതിലേക്ക് പുളിയോ വിനീഗറോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. നമ്മൾ എരിവിന് പച്ചമുളകാണ് ചേർക്കുന്നത്. 5-6 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി തിളച്ച് വരണം. മഞ്ഞൾപ്പൊടിയുടെ ആ ചുവയൊക്കെ മാറണം. പച്ചമുളകും തന്നെ നന്നായി ഒന്ന് കുക്കായി വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇരുമ്പൻ പുളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇരുമ്പൻ പുളി ഇട്ടാൽ പിന്നെ തിളപ്പിക്കൊന്നും ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഇത് ഓവർ കുക്കായി പോവും. പൊടിച്ചു വെച്ചത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ അച്ചാറിന് നല്ലൊരു സ്മെല്ലും രുചിയും ഒക്കെ കിട്ടുന്നത് നമ്മൾ ഈ പൊടിച്ചത് ചേർക്കുമ്പോഴാണ്. അപ്പോൾ ഇത് മറക്കാതെ തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉണ്ടാക്കിയ ഉടനെ തന്നെ കഴിക്കുമ്പോൾ നമ്മുടെ ഈ അച്ചാറിനൊരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ. പിറ്റേ ദിവസം കഴിയുമ്പോഴാണ് നമ്മുടെ ഈ ഇരുമ്പൻ പുളിയുടെ പുളിയൊക്കെ ഇറങ്ങിയിട്ട് ഈ അച്ചാറും തന്നെ നല്ല കുറുകിയൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഓർക്കാപ്പുളിയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടും വന്നിട്ടുണ്ടാവും. ഒരു 2-3 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഈ ഒരു കളറായിരിക്കും വരിക. പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ഒന്നുകൂടി ഒന്ന് കളറൊക്കെ ചേഞ്ച് ആയിട്ട് നല്ല കുറുകി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ തന്നെ നമ്മുടെ ഈ അച്ചാർ കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്